അപ്പോൾ ദാ ഇന്ന് രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തൃശ്ശൂർ വരെ പോവാണ്. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മളെ കാത്തുമ്പിക്കുള്ള ബാഗും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ യാത്ര ചെയ്യല്ല, റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട്. എനിക്കും ആഗ്രഹമുണ്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കണം എന്നൊക്കെ. പക്ഷേ ഇനി നമ്മളെ കാത്തുമ്പിയുടെ സ്കൂൾ തുറക്കാൻ വളരെ കുറച്ച് ദിവസമുള്ളൂ. ഇപ്പോൾ ഇന്ന് 24-ാം തീയതി. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എനിക്ക് എന്താണ് ഉണ്ടാവുക എന്നൊക്കെ അപ്പോൾ എനിക്ക് ആവതുള്ള ദിവസം പോയിട്ട് അവളുടെ എല്ലാ കാര്യവും ചെയ്ത് തീർക്കണം. കാരണം അവൾക്കൊന്നിനും ഒരു കുറവ് വരരുതെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം അവൾ ആദ്യമായിട്ട് പഠിക്കാൻ പോവുക. അപ്പോൾ അവൾക്കൊന്നിനും കുറവുണ്ടാകാൻ പാടില്ല. അവൾ അത്രയും സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാ അച്ഛനമ്മമാരെ പോലെ എനിക്കും ഉണ്ട്. നമ്മളൊരു വിഷമത്തിന് നമ്മളൊരു ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ട് അവളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ദാ ശോഭയിലെത്തിയത് അവൾക്ക് കാറിൽ കയറണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ഇതൊക്കെ പിടിച്ചോടുന്ന് നമ്മൾ ആദ്യം തന്നെ ബാഗ് നോക്കാനാ വന്നത്. പക്ഷേ ഈ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കളക്ഷൻസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്ന ബാഗ് തന്നെ ഭയങ്കര വലുതായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ബാഗ് മേടിച്ചില്ല. അവൾക്കുള്ള വാട്ടർ ബോട്ടിലും അങ്ങനെ 1, 2 സാധനങ്ങൾ മേടിച്ചിട്ട് അവിടെ നിന്ന് ബില്ലടിച്ച് നമ്മൾ വേഗം തന്നെ ഇറങ്ങുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ നല്ല ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 1, 2 ബാഗൊക്കെ നോക്കി അതിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാഗ് എടുത്തു. പിന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. കുറേ നാളായിട്ട് ഇപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പലചരക്ക് സാധനങ്ങളും ഞങ്ങൾക്ക് സ്കൂളിലേക്ക് വേണ്ടതൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ആ ഗെയിമിൽ കയറണം എന്ന് പറഞ്ഞിട്ട് വാശിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാളും പോയി കാത്തുമ്മനെ കുറേ ഗെയിമിലും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇനി സ്കൂൾ തുറക്കാൻ പോവാണ്. അപ്പോൾ ഇനി ശനി ഞായറൊക്കെയാണ് അവളെ കൊണ്ട് പുറത്ത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവൾക്കിപ്പോൾ പറ്റുന്ന പോലെ അവൾ എൻജോയ് ചെയ്യട്ടെ എന്ന് ഞങ്ങളും ചിന്തിച്ചു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ബർഗർ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബർഗറും കാര്യങ്ങളും മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡൊന്നും അധികം കഴിക്കല്ലേ പറഞ്ഞിട്ട്. എനിക്കിങ്ങനത്തെ ഫുഡിനോടൊന്നും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. കാത്തുമ്മനെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വെറുത്തതാണ് ഇങ്ങനത്തെ ഫുഡിനോട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് എനിക്ക് ബർഗറൊക്കെ കഴിക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട്. അപ്പോൾ പിന്നെ ആഗ്രഹം തോന്നി നമ്മൾ ചെയ്യണമല്ലോ. അങ്ങനെ ഞാനിപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ 2 വട്ടമായിട്ട് ബർഗർ കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മേടിച്ച സാധനങ്ങളെല്ലാം കൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. വരുമ്പോൾ നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു കാലാവസ്ഥ കാണാൻ വേണ്ടിയിട്ട്. മനസ്സിനൊക്കെ എന്തോ ഒരു പുതുമ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ എത്രയ്ക്കുള്ളൂ. ബായ്.